ഞാനിന്ന് വീണ്ടും നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണിൽ തങ്കരത്തിൽ അഗ്രോ ഫാമിലാണ് എത്തിയിട്ടുള്ളത്. തങ്കരത്തിൽ അഗ്രോ ഫാമിന്റെ ഓണറായിട്ടുള്ള നക്കുതുക്കാന്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പല സ്ഥലത്തും അതായത് വീടുകളിലൊക്കെ കാണുന്നുണ്ട് ഈ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് ചെടികൾ ആളുകൾ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ടുള്ളതാണ് കാണുന്നത്. എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ ലാൻഡ്സ്കേപ്പിൽ ചെടികൾ വെക്കുക എന്നുള്ളത് നമ്മളെ ഷൗക്കത്ത് നല്ല വൃത്തിയിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലായിടത്തും ഇതന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നല്ല ബുഷായിട്ടുള്ള മരങ്ങളും ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷൗക്കത്താക്കടനെ ചോദിച്ചറിയാം. ഇപ്പൊ നമ്മളെ പൊതുവെ നീ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും പൊതുവെ ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ അവിടെ ലാൻഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ കുറെ കാശ് കൊടുത്ത് കുറെ ചെടിയാണ് കൊടുന്ന് വെക്കാറ്. പക്ഷെ ഈ ചെടിക്ക് നമുക്കൊന്നും തരുന്നില്ലല്ലോ. ആ സമയത്ത് നമുക്ക് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തും. ലാൻഡ്സ്കേപ്പിങ്ങിൽ അങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് പകരം തൈകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ചെടിയുടെ ലുക്ക് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് കണ്ടോ, നിറയെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു എന്താണ് പുളിയുള്ള എന്ത് വസ്തു കഴിച്ചാലും മധുരാക്കുന്ന ഇത് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, സുപരിചിതമായിരിക്കും ഈ ചെടി ഇപ്പോൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് വേണ്ടി പറയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പുളി ഉള്ള എന്ത് വസ്തുവിനെയും മധുരാക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. അത് നമുക്ക് നല്ലൊരു ചെടിയെ പോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ ലാൻഡ്സ്കേപ്പിങ്ങിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് ഇവിടുന്ന് 1 മീറ്റർ മതിൽ നിന്ന് വിട്ടുണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ നടക്കുന്ന നമ്മളെ വഴിയിൽ നിന്നും 1 മീറ്റർ ഇതിനകത്ത് അകലം ഉണ്ടാവുള്ളൂ. പിന്നെ അത് നമ്മൾ ഇത്ര കറക്റ്റായിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക്, പുതിയ വീടുകളൊക്കെ വെക്കുന്ന ആളുകൾക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയും. അവർക്ക് പിന്നെ മതിലിന്റെ അടുത്ത് വെക്കുമ്പോൾ മതിൽ പൊട്ടുമോ അല്ലെങ്കിൽ അതിന്റെ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കുറെ ഭയപ്പാടുണ്ടല്ലോ. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യൂലല്ലോ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു നമ്മുടെ എന്താണ് ഫോക്സ് ടെയിൽ എന്നാണ് ഇതിന് പറയാറ്. ആ ഒരു പനയാണ് കൊടുത്തിട്ടുള്ളത്. ആ പന കൊടുത്തിട്ട് നമ്മൾ തൊട്ടടുത്ത് വീണ്ടും നമ്മളൊരു പന കൊടുത്തു. അതായത് ഒരു 2 മീറ്റർ കറക്റ്റ് 2 മീറ്റർ അകലത്തിൽ നമ്മൾ വീണ്ടും ഒരു പനയും കൂടെ കൊടുത്തു. അതും ഫോക്സ് ടെയിലിന്റെ പന തന്നെ കൊടുത്തിട്ടുള്ളത്. ആ 2 പന കൊടുക്കുമ്പോഴും നമ്മൾ അതിന്റെ ഇടഭാഗം 2ന്റെ ലീഫ് കണ്ട തട്ടി നിൽക്കുകയാണ്. അതിന്റെ ഇടഭാഗം വീണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് വെച്ചിട്ടാണ്. അതായത് ഒരു അമ്പഴം, സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്നത്. പക്ഷെ ഇത് സ്വീറ്റ് ആകാനൊന്നും നിൽക്കാറില്ല. കുട്ടികൾ കണ്ടോ നിറയെ പറിച്ചിട്ട് പോവും. ഇതിൽ നിറയെ കായുണ്ട്, കുട്ടികൾക്ക് കഴിക്കാനും നമുക്ക് അച്ചാറിടാനും ഒക്കെ 2-3 കിലോ ഒക്കെ ഒരുമിച്ച് കിട്ടും. ഇപ്പൊ എല്ലാം എത്ര കൊല ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലും 5, 6, 7 കായ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വളരെ ഉപയോഗപ്രദമാണ്. എന്നാൽ നീ ഒന്ന് നോക്കി നോക്കാം, ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൽ പറ്റിയ നമുക്കൊരു പച്ചപ്പ് തരുന്ന നല്ലൊരു മനസ്സിന് നല്ലൊരു കുളിർമ തരുന്ന ഒരു ചെടിയായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പൊ ആ ചെടിയുടെ സ്ഥാനത്ത് നമുക്ക് അതും കൂടെ കിട്ടണം. തൊട്ടടുത്ത് വീണ്ടും നമ്മൾ അടുത്തൊരു പന 2 മീറ്റർ ഗ്യാപ്പിൽ വീണ്ടും വെച്ചു. അതിന്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഗ്യാപ്പിൽ നമ്മളൊരു ബുഷ് ഓറഞ്ച് ഫിറ്റ് ചെയ്തു. അതായത് നമുക്ക് ജ്യൂസ് അടിക്കാനും മറ്റുള്ളതിനൊക്കെ നിറയെ കായകൾ നിറച്ച് കായ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആക്കി നമ്മൾ അതിനെ മാറ്റി. ഇവിടെ ഇതും നമുക്കൊരു ലാൻഡ്സ്കേപ്പിംഗ് രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത് വീണ്ടും ഒരു പന 2 മീറ്ററിൽ നമ്മൾ കൊടുത്തു. ആ 2 മീറ്ററിൽ നമ്മൾ ഈ പന കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഇടഭാഗവും നമ്മൾ ഉപയോഗപ്പെടുത്തി. മറ്റു പനകളിൽ നിന്നൊക്കെ 1 മീറ്റർ ഗ്യാപ്പ് ഉള്ളത് കണ്ടില്ലേ, നമ്മൾ പറയുന്നത് കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. 1 മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ സെന്ററിൽ വീണ്ടും ഒരു ഈ കൊടുത്തിട്ടുള്ളത് ചെറുനാരകത്തിന്റെ മര. ഇതിനകത്തും നമുക്ക് നാരങ്ങ കിട്ടുന്നതാണ്. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് പൂവില്ലാത്തൊരു സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായാലും നമ്മുടെ ഈ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇനി അതിന്റെ അടുത്തോക്ക് പോകേണ്ട. അവിടെ നിൽക്കുന്ന മാംഗോസിന്റെ മരമാണ്. അതും നമ്മൾ മതിലിനെ ചാരി ഒരു തെങ്ങും ഒരു മാവും ഉണ്ട്. ഒരു കാലാപ്പാടി മാവാണ് നിൽക്കുന്നത്. അതിന്റെ 2ന്റെ ഇടയിലായിട്ട് വീണ്ടും നമ്മളൊരു മാംഗോസിനെ കൊടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെ നമ്മൾ ഭംഗിയാക്കി. വീണ്ടും നമ്മൾ ഇവിടെ നമുക്ക് ഇനി ഇവിടുന്ന് തുടങ്ങാം. ഈ വഴിന്റെ ഈ ഓരത്ത് 2 ഓരത്തും, അതായത് ഇടതും വഴി നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ഇടതുവശത്തും വലതുവശത്തും നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ഒരു കണ്ടാലും നല്ല ചെടീന്റെ ലുക്ക് തന്നെ നല്ല ഭംഗിയുള്ള ജബോട്ടിക്കാബ എന്ന് പറഞ്ഞ മരമുന്തിരി നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അറിയുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും അറിയാത്ത ആളുകൾക്കും കൂടി ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ സബാറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ഏറ്റവും നല്ലത് സബാറയാണ്. പക്ഷെ കായ്ക്കാൻ ഇത്തിരി സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ആളുകൾ ഈ സാധനത്തിനെ കുറച്ച് അകറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബാറ മോശമാണെങ്കിൽ ഞാൻ വെക്കത്തില്ലല്ലോ. അപ്പൊ അതിനൊരു ആളുകൾക്ക് കാണിക്കാനും കൂടെ വേണ്ടിയാണ് ഞാൻ എൻ്റെ വീടിന്റെ ഏറ്റവും നല്ല ഗേറ്റ് എൻ്റർ ആയി വരുന്ന ഫസ്റ്റ് പോർഷനിൽ ഫസ്റ്റ് വെച്ചതാണ് ഈ സബാറ. ഇത് ഇനി 2 വർഷം കൊണ്ട് കായ്ക്കും. കായ്ച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ടാണ് ഇതിൽ കിട്ടുന്നത്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. മറ്റ് വെറൈറ്റികളെ അപേക്ഷിച്ച് നല്ലതാണ്. നമ്മളിപ്പോൾ പല വെറൈറ്റികളും റെഡ് ഹൈബ്രിഡ് മറ്റുള്ള പല വെറൈറ്റികളും കാണാമല്ലോ. അതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് സബാറ. കായ്ക്കാൻ ഇത്തിരി സമയം കായ്ച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും. അത് കഴിഞ്ഞ് നോക്കൂ, കറക്റ്റ് 1.5
മീറ്റർ 1.50 ഒന്നിൽ നിന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. തൊട്ടടുത്തൊരു മാവാണ് വെച്ചിട്ടുള്ളത്. ഈ മാവിനും ആ സബാറക്കും ഇടയിൽ 1.50 രണ്ട് സൈഡിലോട്ട് ആകെ 2.5 മീറ്റർ രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആയിട്ടാണ് നമ്മൾ ഇതിനെ വിട്ടിട്ടുള്ളത്. അതിനകത്താണ് നമ്മൾ ഈ നാംഡോക്കുമായി ഗോൾഡ് നിൽക്കുന്നത്. ഈ ഗോൾഡിൽ നോക്കൂ, നമ്മൾ ഇപ്പൊ മാങ്ങ കണ്ടോ, മാങ്ങ വന്ന് വലുതായി. ഇനി ഇതാ പുതിയ പൂക്കൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ 2500 രൂപയ്ക്ക് ഇപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന 21 കവറിലുള്ള നാംഡോക്കുമായി ഗോൾഡ് നമ്മൾ ഇനിയും പൂക്കാനുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ അത്രയും പോകുന്ന മാങ്ങ അതിലുള്ളപ്പോൾ ഇതുണ്ട്, ഇവിടെ പൂവ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ മാങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിലൊക്കെ മാങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കണ്ണിമാങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മാവും തൈ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഇതിൽ പൂവോ കായോ ഇല്ല എന്നുള്ളത് ഇതിനെ ചോടൊന്ന് കാണിച്ചു. നമ്മൾ ഇന്നലെ മിഞ്ഞാന്നോ കൊടുന്ന് വെച്ചതല്ല, ഇതൊക്കെ നമ്മളെ ഗ്രാസുകളാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഇത് പൂത്തത് എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഞാൻ ആ നോക്കിക്കോ എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളെ ആ പ്ലാന്റുകൾ കൊണ്ടുപോയി വെച്ചാൽ കായ്ക്കും എന്നുള്ളതിന്, ഈ വർഷം തന്നെ കായ്ക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വീണ്ടും നമ്മൾ അടുത്ത തുക അതേപോലെ തന്നെ ഒരു 2 മീറ്റർ ഗ്യാപ്പിൽ അടുത്ത് വെച്ചിട്ട് അച്ചാച്ചെറു അഥവാ ബൊളീനിയൻ മാംഗോസ്റ്റ് എന്ന് പറയുന്ന ചെടിയാണ്. ഇതും നമുക്ക് ചെടിയുടെ രൂപത്തിൽ തന്നെ നല്ല ഭംഗി തരുന്ന, നല്ല പച്ചപ്പ് തരുന്ന, ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് ഭംഗി തരുന്ന ഒരു സാധനമാണ്. പക്ഷെ ഭാവിയിൽ നമുക്ക് അതിന് ഫ്രൂട്ട് കിട്ടും. പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് ഉള്ളത്, നമുക്ക് ഇതും ഒരു പന പോലെ ഉണ്ടെങ്കിലും ചെടി അല്ല, ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. പക്ഷെ ഇതിന്റെ പേര് എനിക്കിപ്പോ പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ എനിക്ക് ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനി അതല്ല, കാണുന്ന പ്രേക്ഷകർക്ക് അറിയുന്നുണ്ട്, അവർ കമന്റ് ചെയ്യട്ടെ. പക്ഷെ എനിക്ക് പേരറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഓർക്കാൻ പറ്റുന്നില്ല. ഒരു ഫ്രൂട്ടാണ് അത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് അതേപോലെ 2 മിനിറ്റ് ഗ്യാപ്പില്ല, തൊട്ടടുത്ത് നമ്മൾ വീണ്ടും വെച്ചിട്ടുള്ളത് ഇതാ, നമ്മൾ ഹോം ഗ്രോണിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനം, നമ്മുടെ അബിയു. ഇതിലിപ്പോ നമുക്ക് ഒരു ഫ്രൂട്ട് കിട്ടി. പിന്നെ ഇതാ ഫ്ലവേഴ്സ് ഇതാ ഇഷ്ടംപോലെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതും നമ്മുടെ മതിലും ഈ ലാൻഡ്സ്കേപ്പിന്റെയും ഉള്ളിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 മീറ്റർ ഗ്യാപ്പ്. അതിന്റെ അകലം കാണിക്കുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ മറ്റു ആളുകൾക്ക് ഇത് ഇത്ര അടുത്ത് വെക്കാൻ പറ്റുമോ, കുറെ ആളുകൾക്ക് കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് മാറ്റുക എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം പുതിയൊരു വീട് വെക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ചെടിയിൽ നിന്ന് എന്തുകൊണ്ട് പ്ലാന്റിലേക്ക് വന്നുകൂടാ? നമുക്ക് ഡബിളല്ലേ. നമ്മളെ കുട്ടികൾക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിലുള്ള ഫ്രൂട്ടുകൾ കിട്ടുന്നു, അതിൻ്റെ ഒപ്പം നമ്മളെ വീടിന് ഭംഗിയും തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്തുകൂടെ? ആളുകൾ എന്താണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നത്, കുറെ ചെടി മേടിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. പൊതുവെ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന എഞ്ചിനീയേഴ്സും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടും. നമുക്ക് അതിൽ ലാൻഡ്സ്കേപ്പിംഗ് ആ ഒരു രീതിയിൽ വരികയാണ്, യൂറോപ്യൻ സ്റ്റൈലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളിത് ഇതിലിവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പർ ഒന്നുമില്ല, നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ചെയ്താൽ. പിന്നെ തൊട്ടടുത്ത് നമ്മൾ വരുന്നത് കാറ്റിമൂൺ. അപ്പൊ ഈ കാറ്റിമൂണിന്റെ മാങ്ങ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് കണ്ടമാനം മാങ്ങ ഉണ്ടായിട്ട് ഇതിന് 19 മാങ്ങകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിൽ നിന്ന് ഈ വേനൽക്ക് ഒരു 6 മാസമായിട്ടുള്ള ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യം പൂക്കും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേര് പോയിരുന്നു, അങ്ങനെ പറിച്ചു കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് ഈ പ്രാവശ്യം മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 10-50ഓളം മാങ്ങ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാറ്റിമൂണിന്റെ നല്ലൊരു വെറൈറ്റിയാണ്. തൊട്ടടുത്ത് നോക്കൂ, ഒരു 2 മീറ്റർ 2.25 മീറ്റർ ഗ്യാപ്പിലാണ് അടുത്തത് വെച്ചിട്ടുള്ളത് മാവ്. ഇത് ബനാന മാവാണ്. ബനാന മാവ് ഇതും ഇപ്രാവശ്യം പൂക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതുവരെ പൂവ് വന്നിട്ടില്ല. എന്തായാലും മാവിന് ഇത്ര അടുത്ത് നമ്മുടെ മതിലിൽ നിന്ന് 1 മീറ്ററും നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ആകെ 2.5 മീറ്ററേ ഉള്ളൂ വീതി. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത് ഒരു വേപ്പുമരാണ്. ഇത് നമ്മൾ യാദൃശികമായിട്ട് കുറച്ച് മുമ്പേ ഇവിടെ വെച്ചതാണ്. ഇപ്പൊ ലാൻഡ്സ്കേപ്പിങ്ങിലും അല്ലെങ്കിലും ലാൻഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ അതേ സെന്ററിൽ തന്നെ അതിനെ നിർത്തിയിട്ടുണ്ട്. വീട്ടിൽ ആവശ്യമായ കറിവേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഇലയാണ്. അതൊക്കെ നമുക്കൊരു വീട്ടിൽ ലാൻഡ്സ്കേപ്പിങ്ങിൽ വെക്കാം. നമ്മൾ വേപ്പുമരം ചിലപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ട് വന്നാൽ ചിലപ്പോൾ വെട്ടിക്കളയും. ഇത് വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ലാൻഡ്സ്കേപ്പിങ്ങിൽ തന്നെ നമുക്ക് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതിനൊക്കെ ഉള്ളത്. നമുക്ക് അതിൻ്റെ നമ്മുടെ ആവശ്യങ്ങളും നടക്കും. പിന്നെ തൊട്ടടുത്ത് അതേമാതിരി 2 മീറ്ററിൽ നമ്മൾ അടുത്ത് വെച്ച് വീണ്ടും മാവാണ്. ഈ മാവ് മിയാസാക്കി മാവാണ്. ഇതും തന്നെ നമ്മൾ വെച്ചിട്ട് 6 മാസമായി. നമ്മളിപ്പോൾ 2,750 കൊടുക്കുന്ന നമ്മളെ ആ പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, മണ്ണിൽ വെച്ച് നമ്മൾ വീട്ടിലെത്തിയ കായ്ക്കും. അതിന് തെളിവായിട്ട് ഇതുണ്ട്, ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാവശ്യം തന്നെ ഒക്കെ ഫ്ലവർ ചെയ്യും നമ്മൾ പറഞ്ഞിരുന്നല്ലോ. നേരത്തെ മാങ്ങ കാഴ്ച വീഡിയോ നീ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എല്ലാം ഫ്ലവർ ചെയ്യും. അത് ഈ ഫ്ലവർ കണ്ടാൽ അറിയാം.
ഇപ്പൊ പുതിയത് വരികയാണ്. അതിനുള്ള തെളിവാ അതിനുള്ള തെളിവാണിത്. നമ്മൾ പറഞ്ഞ കാര്യത്തിനുള്ള തെളിവാണിത്. ഈ പ്രാവശ്യത്തിനെല്ലാം ഫ്ലവർ ചെയ്യുന്നതിനുള്ള തെളിവാണിത്. കാരണം അതുവരെ ഫ്ലവർ ഇല്ല, ഇപ്പൊ പുതിയ ഫ്ലവർ വന്നാണ്. വേറെ മാങ്ങിയ കാര്യമൊന്നും അതിലില്ല. അതേമാതിരി തൊട്ട് 2 മീറ്ററിൽ നോക്കൂ, വീണ്ടും നമ്മൾ വെച്ചിട്ടുള്ളത് കിങ് ഓഫ് ചക്കപ്പത്ത് എന്ന് പറഞ്ഞ മാവ. ഇത് നമ്മൾ മാങ്ങ ഇതും തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തു മാങ്ങ വന്നു. പക്ഷേ കുട്ടികളെ കളിക്കുന്ന ഒരു ഏരിയയാണ്. കുട്ടികൾ ആരോ അറുത്തിട്ട് പോയത് മാങ്ങ ഇടത്ത് ഞെട്ടിയുണ്ടല്ലേ, അവർ കളിക്കുക ബോൾ തട്ടി എന്തെങ്കിലും ചെയ്തതായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ 2 മീറ്റർ ഗ്യാപ്പിൽ വീണ്ടും വെച്ചിട്ടുള്ളത് 4 kg മാവാണ്. 4 kg മാവ്. ഈ 4 kg മാവ് നമുക്കിപ്പോൾ ഫ്ലവർ ചെയ്തില്ല, പ്രാവശ്യം ചെയ്യും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളവിടെ സെല്ലിലുള്ളത് തന്നെയാണിത്. പിന്നെ ഇത് നമ്മളിവിടെ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. വൈറ്റ് ഞാവള് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഞാവള് നമ്മൾ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവന്നത്. അതും ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഞാവള് തന്നെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും. ഇത് നമ്മൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. തൊട്ടപ്പുറത്ത് ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത്, പ്ലാവൊന്നും വീടിന്റെ മതിലിന്റെ അടുത്ത് വെക്കാൻ പറ്റില്ല എന്നാണ് ആളുകൾ കൂടുതൽ പറയാറുള്ളത്. ഇത് നമ്മളെ വിയറ്റ്നാം സൂപ്പർലി എന്ന് പറഞ്ഞ പ്ലാവാണ്. ഇത് നമ്മുടെ മതിലുമായിട്ട് നോക്കൂ നീ, ഒരു 1.5 മീറ്റർ 1.25 മീറ്റർ ഗ്യാപ്പിൽ, 1.5 മീറ്റർ കഷ്ടിച്ച് ആ 1.5 മീറ്റർ ഗ്യാപ്പിലാണ്, അതായത് ഒരു 4 അടി ഗ്യാപ്പിലാണ് നമ്മളെ ഈ പ്ലാവ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കൂ, 4 അടി ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, ഇതൊക്കെ കഴിഞ്ഞ വേനൽക്ക് 4 അടി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 10-11 അടിയിൽ വീണ്ടും നമ്മൾ അടുത്തൊരു വിയറ്റ്നാം സൂപ്പർലി തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ വീണ്ടും ഒരു വിയറ്റ്നാം സൂപ്പർലി തന്നെ വെച്ചു. അത് 11 അടി ഗ്യാപ്പിൽ കേട്ടോ. അതിന്റെ അപ്പുറത്ത് നമ്മൾ തൊട്ടപ്പുറത്ത് വീണ്ടും പ്ലാവിനെ നമ്മൾ ഒരു പ്ലാവും കൂടി വെച്ചു. അതായത് ഇത് വിയറ്റ്നാം സൂപ്പർലി അല്ല, ഇത് നമ്മളെ സീഡ്ലെസ് പ്ലാവാണ്. ഹോംഗ്രോണിന്റെ സീഡ്ലെസ് ആണ്. അപ്പൊ ഇങ്ങനെ 4 പ്ലാവുകൾ നമ്മൾ വെച്ച് നോക്കൂ. ഈ കുറഞ്ഞ ഏരിയയിൽ നമ്മൾ ഈ മതിലിന് ചാർന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിനുള്ളിൽ തന്നെ നമ്മൾ 4 പ്ലാവ് വെച്ചു. ഈ 4 പ്ലാവ് വെച്ചിട്ട് അതിന്റെ ഗ്യാപ്പ് നോക്കും, അതിന്റെ സെന്ററും നമ്മൾ ഉപയോഗപ്പെടുത്തി. 4 പ്ലാവ് നമ്മൾ 11 അടി ഗ്യാപ്പിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ നമ്മൾ വീണ്ടും ഫ്രൂട്ട് പ്ലാന്റ് ഇതാ. ഇത് ഒരു പിന്നെ നമ്മുടെ പേര ഈ അർക്കാക്കിരനാണോ സംശയമുണ്ട് എനിക്ക്. കറക്റ്റ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഏതാ ഞാൻ വെച്ചു എന്നുള്ളത്. എന്തായാലും അതിൽ ഫ്രൂട്ടൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ചെറുതില് കേട്ടോ. ഇതിന്റെ സെന്റർ അടുത്ത പ്ലാവിന്റെ 2ന്റെ ഇടയിൽ വീണ്ടും നമ്മൾ വേറൊരു ഫ്രൂട്ട്, വേറൊരു ചാമ്പ അല്ല നമ്മളെ പേരന്നെ വെച്ചു. ഇത് നമ്മുടെ പിന്നെ ഹോംഗ്രോണിന്റെ എന്താ ഒരു പിന്നെ ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞ സാധനമാണ് വെച്ചിട്ടുള്ളത്. അതും എന്തായാലും 2 പ്ലാവിന്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത 2 പ്ലാവിന്റെ ഗ്യാപ്പിൽ, നേരത്തെ കണ്ടതിന്റെ ഗ്യാപ്പിൽ നമ്മൾ വെച്ചിട്ടുള്ള മിൽക്ക് ഫ്രൂട്ടാണ്. മിൽക്ക് ഫ്രൂട്ട് നമ്മൾ ഹോംഗ്രോണിന്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാംഗ്രോ അത് ഹോംഗ്രോണിന്റെ മിൽക്ക് ഫ്രൂട്ട് വലിയതാണിത്. ഇതിലിപ്പോ ഫ്രൂട്ടൊക്കെ വന്നിട്ട് കാണിച്ചു കൊടുത്തത് നമ്മൾ പോട്ടിനകത്ത് വെച്ച് നമ്മളിവിടെ ഭംഗിക്ക് വെച്ചതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വിശേഷങ്ങളായി പറയാനുള്ളത്. നമ്മുടെ വിശേഷം പറയുന്നതിൽ കൂടുതൽ നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബോധം കൊടുക്കുക. നമ്മൾക്ക് എപ്പോഴും ചെടികളെ പോലെ തന്നെ നമ്മൾ ചെടികളെക്കാൾ കൂടുതൽ നമ്മുടെ വീട്ടുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പിന്നെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫ്രൂട്ട് പ്ലാന്റ്. ആ ചാമ്പ കണ്ടോ നീ, ഇതൊന്ന് വന്ന് നോക്കാം, ഒന്ന് ജസ്റ്റ്. പിന്നെ ഇത് നമ്മുടെ ചാമ്പയാണ്, തായ്ലൻഡ് റെഡ് ചാമ്പ. ഇത് നമുക്ക് ഇവിടെ നല്ല സ്വീറ്റിയാണ്. നമുക്ക് നമ്മുടെ ടാഗിലൊക്കെ വെച്ചിട്ടുള്ള ഇതുമുള്ള ഫോട്ടോസാണ്. ഇതൊന്നും നമ്മൾ പിന്നെ ലെയർ ചെയ്യാറുണ്ട്. ഇതിന്റെ വേറെയും പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ഫാമിലുണ്ട്. ഇത് ഞാനിവിടെ വീട്ടിൽ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. പക്ഷെ ഇവിടെ വേറെ ഇറങ്ങിപ്പോയി. അപ്പൊ ഇനി നമ്മളത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചത്തുപോകും. ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം, ഫ്ലവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം, വീഡിയോ ഒന്ന് കൂടെ നോക്കാം. എന്താണ് എത്ര ഭ്രാന്തായി, മൊത്തത്തില് നമ്മളെ ചാമ്പ മരത്തിന് ഭ്രാന്തായി എന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ ഉള്ളത് കായ വന്ന് ഇപ്പൊ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ആകെ ഒരു 20 ദിവസമായിട്ടുള്ളൂ. നീ കഴിച്ചില്ലേ ഫ്രൂട്ട്? ആ കഴിച്ച ഫ്രൂട്ട് കഴിഞ്ഞിട്ട് നല്ല മധുരമുള്ള ചാമ്പേട്ടാ, നല്ലൊരു ഇനം ചാമ്പ നമുക്ക് കിട്ടും. തായ്ലൻഡിൽ നിന്ന് വന്ന് തായ്ലൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ നല്ല സ്വീറ്റിയാണ്, നല്ല നീളമുണ്ട്, നല്ല അതിനുള്ള സ്വീഡില്ല, നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ അത് നീയും അനുഭവിച്ചതല്ലേ, നീ കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആണിത്. അപ്പൊ നമ്മൾ എല്ലാവരും, എനിക്ക് പറയാതുള്ളൂ, നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ആളുകൾ നന്നായിട്ട് വലിയ കാശ് മുടക്കിയിട്ട് ചെടികൾ വെക്കുന്നതിന് പകരം നമ്മളത് ഫ്രൂട്ട്സ് പ്ലാന്റിലേക്ക് തിരിയ ആളുകൾ, അങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമ്മളെ വീട്ടിലുള്ള ആളുകൾക്കും നമുക്ക് നല്ലത് കഴിക്കാം. അതിന്റെ കൂടെ നമ്മുടെ വീട്ടിൽ ഭംഗിയായ രീതിയിൽ അത് ചെയ്യും വേണം. വെറുതെ നമ്മൾ കുറെ മരങ്ങൾ വെച്ച് അലച്ചിട്ട് കാര്യമില്ല. അപ്പൊ നീ നോക്കൂ, ഇത് നമ്മൾ ഇവിടെ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവച്ചത് തന്നെയാണ്. ബനാന ചിക്കുവാണ്. അതിന് നല്ല നീളമുള്ള നല്ല പഴം 2-3 അത്ര ചെറുതില്ല. നമ്മൾ വീടിന്റെ മുമ്പിലൊക്കെ ആകുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. നമ്മുടെ ഫ്രീ ടൈം എല്ലാം അതിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിലുള്ള നമ്മുടെ വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പിന്നെ അവർക്ക് ഇതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതായത് തൈകളോടും ഫ്രൂട്ട്സുകളും. അപ്പൊ നമ്മളൊരു തൈയിൽ നിന്ന് മാങ്ങ കുറെ കിട്ടുമ്പോൾ അവർക്ക് ഭാവിയിൽ
അവർക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം വരും കൃഷിയുമായിട്ടൊക്കെ. അപ്പൊ അത് എല്ലാ രീതിയിലും ഒരു അവയർനെസ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. ആ ഒരു രീതിയിൽ ഇതിനൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ്, നമുക്കൊരു ബിസിനസ് രൂപത്തിലല്ല നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ.